എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശരിക്കും പറയുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഹൃദയത്തെ കീറി മുറിക്കുന്ന ഒരു ദിവസമാണ്. കാരണം ആ ഒരു പ്രിയപ്പെട്ട സഹോദരൻ ദീപകിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ, അത് ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. ആ ഒരു പ്രിയപ്പെട്ട ആ ദീപകിന്റെ അമ്മയുടെ ആ ഒരു നിലവിളി ഉണ്ടല്ലോ, ആ ഒരു കരച്ചിൽ കണ്ടു കഴിഞ്ഞാൽ ചങ്ക് പറഞ്ഞു പോകുന്ന വേദന, അത് പ്രത്യേകിച്ചും അമ്മമാർക്ക് ഒരിക്കലും താങ്ങാൻ പറ്റാത്ത ഒരു അനുഭവം തന്നെയാണ്. ശരിക്കും മക്കളൊക്കെ ഉള്ള ആളുകൾക്കാണെങ്കിൽ ഇത് ഒരു കാരണവശാലും ഉൾക്കൊള്ളാൻ പറ്റില്ല. മക്കളുള്ളവർക്കായാലും ഇല്ലാത്തവർക്കായാലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വന്നിട്ട് വൈറൽ ആവാൻ വേണ്ടിയിട്ട് ഓരോ വൈറസുകൾ കാട്ടിക്കൂട്ടുന്ന തന്തയില്ലായ്മയിൽ പൊലിഞ്ഞു പോകുന്നത് ഇതുപോലെയുള്ള ഓരോരുത്തരുടെയും ജീവനുകളാണ്. ഇവിടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നത് സ്ത്രീകൾക്കാണ്. അതിൻ്റെതായിട്ടുള്ള ആ ഒരു തൻ്റെയിടത്തിലാണ് എന്ത് പോക്കൃത്തരവും കാണിക്കാൻ വേണ്ടിയിട്ട് ഇവളൊക്കെ മുതിരുന്നത്. പിന്നീട് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ എന്ത് തെമ്മാടിത്തരവും നിന്ന് കാണിക്കും, ഒടുവിൽ പറയും ഞാൻ അതിജീവിതയാണെന്ന്. അതാണ് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ ഈ ഒരു കാര്യത്തിൽ മനസ്സ് വേദനിച്ചിരിക്കുന്ന സമയത്താണ് ഒരു വേട്ടാവളിയന്റെ ഒരു വീഡിയോ കാണാനായിട്ട് ഇടയായത്. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി അവനിട്ട് രണ്ടെണ്ണം കൊടുക്കണമെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ കുറേ നാളായിട്ട് ഈ പറയുന്ന ചെക്കനാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എങ്ങനെയെല്ലാം വൈറൽ ആവണം എന്ന് പറഞ്ഞ് നോക്കി നടക്കുന്ന ഒരു ചെക്കനാണ്. ഈ ചെക്കൻ ആദ്യം തിരക്കേടില്ലാത്ത വീഡിയോസ് ഒക്കെ ചെയ്തു. പിന്നീട് അതിലൊന്നും റീച്ച് കിട്ടാതായപ്പോൾ പുള്ളിക്കാരൻ ചെയ്തതെന്ന് വെച്ചാൽ എന്താണ്, കൂടെ നമ്മുടെ സലു കിച്ചൻ വളപുരത്തെ പുള്ളിക്കാരൻ്റെ ചാനലിലേക്ക് അങ്ങ് കൊണ്ടുവരും. സലു വരുമ്പോഴത്തേക്ക് ഒരു ഇത്തിരിയെങ്കിലും ഒക്കെ വെച്ച് അനക്കൊക്കെ പുള്ളിക്കാരൻ്റെ ചാനലിലുണ്ടാവും. പിന്നീട് ഇവൻ ചെയ്തു വെച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ പെണ്ണുങ്ങൾ അവരുടെ ബ്രസ്റ്റിൻ്റെ ഭാഗമൊക്കെ എക്സ്പോസ് ചെയ്ത് വീഡിയോ ഒക്കെ ചെയ്യൂലേ, അതുപോലെ ഇവൻ്റെ പ്രൈവറ്റ് ഏരിയ എക്സ്പോസ് ചെയ്ത് കാണിച്ചിട്ടുള്ള വീഡിയോകളും സംഭവങ്ങളൊക്കെ ഇടാൻ തുടങ്ങി. കുട്ടി നിക്കറും കുട്ടി ഷോർട്സ് ഒക്കെ ഇട്ട് ആ ഒരു ഭാഗം തന്നെ എടുത്ത് കാണിക്കുന്ന രീതിയിലുള്ള വീഡിയോസുകളും കാര്യങ്ങളൊക്കെ പുള്ളി ചെയ്യാൻ തുടങ്ങി. എന്നിട്ടും റീച്ച് ഒന്നും കിട്ടാൻ സാധിച്ചില്ല. അപ്പോൾ ഇവനിങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ്. കാരണം അരിയും മണിയൊക്കെ കാണിച്ചിട്ട് പോലും വ്യൂസ് വരുന്നില്ല. അപ്പോൾ ഇനി എങ്ങനെ വ്യൂസ് കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട് ഇവനിങ്ങനെ ചിന്തിച്ച് ആകെ മനവേദനപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു മരണം നടക്കുന്നത്. ഈ ഒരു മരണം നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി വിചാരിച്ചു എന്തായാലും പുള്ളിക്ക് പറ്റിയൊരു സംഭവം കിട്ടി, അപ്പോൾ ഇനി അതിൽ പിടിച്ച് വൈറൽ ആവാം എന്നാണ് ഇവൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇവൻ അതിന് വേണ്ടിയിട്ട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ശരിക്കും ഈ ഒരു വിഷയത്തിൽ എല്ലാവരും ഈ പറയുന്നത് പോലെ തന്നെ മരണപ്പെട്ട ആ ദീപക് എന്ന് പറയുന്ന സഹോദരനെ സപ്പോർട്ട് ചെയ്താണ് എല്ലാവരും രംഗത്ത് വന്നിട്ടുള്ളത്. അഖിൽ ശ്രീലക്ഷ്മിയെ പോലുള്ള ചില സിക്സ് വാണികൾ മാത്രമേ ജിംഷിദയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുള്ളൂ. അതാണ് വാസ്തവം എന്ന് പറയുന്നത്. അപ്പോൾ ഇവനാണെങ്കിൽ ഇവിടെ വന്നിട്ട് ഈ ഒരു വേട്ടവളിയും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദീപക് ബസ്സിൽ വെച്ചിട്ട് തെറ്റ് ചെയ്തിട്ടുണ്ട്, ഈ ഒരു സ്ത്രീയുടെ ഡാഷിൽ പിടിച്ചു കാണും, അങ്ങനെ തന്നെ പറയണം. അതുകൊണ്ടാണ് ഈ ഒരു പുള്ളിക്കാരത്തി അതിൻ്റെ വീഡിയോസ് എടുത്ത് ഷൂട്ട് ചെയ്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ കയറി ആത്മഹത്യ ചെയ്തത് എന്നാണ് ഈ നാറി പറയുന്നത്. ഇവന് എന്തെങ്കിലും അറിയാഞ്ഞിട്ടാണോ ഇവൻ സംസാരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ശരിക്കും എനിക്ക് അത്രയേറെ ദേഷ്യം വരുന്നുണ്ട്. കാരണം ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് തെറി പറയുന്ന ആളല്ല. കമൻറ്റ് ബോക്സിൽ നല്ലത് കൊടുക്കും, പക്ഷേ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ കൊടുക്കാറില്ല. അപ്പോൾ ഈ ഒരു വിഷയമൊക്കെ കാണുമ്പോഴുണ്ടല്ലോ കൊടുക്കാതിരിക്കാൻ തോന്നുന്നുമില്ല. ഇവൻ പറയുന്നത് ഇവന് ഉളുപ്പുണ്ടോ ഈ നാറിക്ക്? അതായത് ഇവൻ ചിന്തിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ഇവൻ ചിന്തിച്ച് വെച്ചിരിക്കുന്നത്, അതായത് എല്ലാവരും സപ്പോർട്ട് ചെയ്ത്, അതായത് മരണപ്പെട്ടു പോയ ആ ഒരു പയ്യനെ സപ്പോർട്ട് ചെയ്തിട്ട് എല്ലാവരും വീഡിയോ ചെയ്യുന്നു. അതുപോലെ തന്നെ ആ ഒരു ജിംഷിദ മുസ്തഫ എന്ന് പറയുന്ന ആ ഒരു ആട്ടക്കാരിയെ വിമർശിച്ചുകൊണ്ടും എല്ലാവരും സംസാരിക്കുന്നു. അപ്പോൾ അതിൽ നിന്നെല്ലാം വിപരീതമായിട്ട് ഈ പറയുന്നത് പോലെ മരണപ്പെട്ടു പോയ പയ്യനെ വലിച്ചു കീറുന്ന രീതിയിൽ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് എയറിൽ പോകാൻ പറ്റും. അങ്ങനെ എയറിൽ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് വൈറലാവാം. എയറിൽ പോയാലും വേണ്ടില്ല, വൈറലായാൽ മതി എന്നുള്ള ഒരു ധാരണയിലാണ് ഈ ഒരു ചെക്കൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. കാര്യം എന്താണെന്ന് വെച്ചാൽ അറക്കൽ ശ്രീലക്ഷ്മിയെ ആളുകൾ ഇട്ട് ഊക്കിയത് എല്ലാവരും കണ്ടതാണ്. അപ്പോൾ ഇവനും അത് കണ്ടിരിക്കണം. അപ്പോൾ ഇവൻ വിചാരിച്ചിട്ടുണ്ട് ഈ ഒരു വിഷയത്തിൽ ഓപ്പോസിറ്റ് സംസാരിക്കാം. എല്ലാവരും പോസിറ്റീവായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ അതിനെ പറ്റിയിട്ട് നെഗറ്റീവ് അടിച്ച് സംസാരിക്കുമ്പോഴത്തേക്ക് ആളുകൾ എന്നെ കൂടുതലായിട്ട് ശ്രദ്ധിക്കും. അപ്പോൾ നമുക്കറിയാം, സ്വാഭാവികമായിട്ടും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ, ട്രോൾ വീഡിയോ, ഇതൊക്കെ ഇവരുടെയൊക്കെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവർ പൊക്കി എടുത്തുകൊണ്ട് പോയി എയറിലിട്ട് കറക്കും. അപ്പോൾ അതാണ് ഇവൻ്റെ ഉദ്ദേശം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു നാറി ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഇവൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ, അതായത് ഇവൻ ഈ ഒരു വീഡിയോയിൽ രണ്ട് രീതിയിലാണ് കേട്ടോ സംസാരിക്കുന്നത്. ഇവൻ ആദ്യം വീഡിയോയുടെ പകുതി വരെ ഇവൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ദീപക് ഇവളെടുത്ത് വളരെ മോശമായിട്ട് പെരുമാറി എന്നാണ് ഇവൻ പറയുന്നത്. അതുകൊണ്ടാണ് ഈ പറയുന്ന നമ്മുടെ ദീപക് ആത്മഹത്യ ചെയ്തത്. അയാൾ തെറ്റ് ചെയ്തു, അതുകൊണ്ട് തന്നെയാണ് അയാൾ ആത്മഹത്യ ചെയ്തത്. തെറ്റ് ചെയ്യാത്തൊരു വ്യക്തി ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്നാണ് ഇവൻ പറയുന്നത്. അപ്പോൾ അതൊന്ന് കേട്ടിട്ട് വരാം. അയാൾ ആത്മഹത്യ ചെയ്തു, എന്തിനു വേണ്ടി? എന്ത് നീതി നടപ്പാക്കി? എന്ത് നീതി ലഭിച്ചു? മരണത്തിന് ശേഷമല്ല നീതിയും നിയമമെല്ലാം വരേണ്ടത്. മരണത്തിന് മുന്നേ അയാൾക്ക് തിരിച്ച് ഇതേ ലെവലിൽ പ്രതികരിക്കായിരുന്നു. പക്ഷേ തെറ്റ് ചെയ്തില്ല എങ്കിൽ അയാൾ എന്തിനാ ആത്മഹത്യ ചെയ്തു? എന്റെ ചോദ്യം ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരോടുമാണ്. തെറ്റ് ചെയ്തില്ല എങ്കിൽ എന്തിന് അയാൾ ആത്മഹത്യ ചെയ്യണം? എന്തിനൊരു സ്ത്രീയെ ഹാഷ്ടാഗിലൂടെ വലിച്ചു കീറി ഭിത്തിയിലൊട്ടിക്കണം? ആ സ്ത്രീയുടെ ഭാഗത്ത് ശരിയാണെന്ന് കരുതിയല്ലേ അയാൾ ആത്മഹത്യ ചെയ്തത്? അതെ, അയാൾ ആത്മഹത്യ ചെയ്തു. അതിന് കാരണം എന്താണ്?
ഒരു ഗേൾ ഒരു വീഡിയോസ് പ്രചരിപ്പിച്ചു എന്നതിന്റെ പേരിൽ മാത്രം അയാൾ തെറ്റുകാരനല്ല എങ്കിൽ അയാൾ ഒരിക്കലും ആത്മഹത്യയുടെ മുൾമുനയിൽ ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമില്ല. എത്ര വലിയ തെറ്റ് ചെയ്ത ആളുകൾ ഈ ലോകത്ത് നടക്കുന്ന ഈ സമയത്ത് നിങ്ങൾ ഒരു ചെറിയ തെറ്റിന് ഇരയാക്കപ്പെട്ടു എന്നതിന്റെ പേരിൽ ഒരിക്കലും ഒരു വ്യക്തിയും ആത്മഹത്യയോ സൂയിസൈഡോ ചെയ്യേണ്ട ആവശ്യമില്ല. തെറ്റ് ചെയ്യാത്തതിന്റെ പേരിൽ എന്തിന് നിങ്ങൾ ആത്മഹത്യ ചെയ്തു? ഒരാൾ ഒരു വീഡിയോ പ്രചരിപ്പിച്ചെന്ന് കരുതി അതിൽ യാഥാർത്ഥ്യമില്ലെങ്കിൽ താങ്കൾ എന്തിനത് ചെയ്തു? ഇപ്പോൾ ഈ ചോദ്യം പ്രസക്തിയില്ലെന്ന് വളരെ വ്യക്തമാണ്. പക്ഷേ നീതിക്കൊപ്പം നീതി നടപ്പാക്കുമെന്ന് പലരും പറയുന്നുണ്ടെങ്കിൽ പോലും തെറ്റ് ചെയ്തില്ല എങ്കിൽ ഒരിക്കലും നിങ്ങൾ ഈ ഒരു പ്രവൃത്തി ചെയ്യരുതായിരുന്നു. നിങ്ങൾക്കും തിരിച്ച് പ്രതികരിക്കാമായിരുന്നു. ഒരുപാട് നിയമ നടപടികൾ ഉള്ള ഈ കാലഘട്ടത്തിൽ താങ്കൾ ചെയ്തത് ഏറ്റവും വലിയ തെറ്റ്. താങ്കൾ ഇരയാക്കപ്പെട്ടു എന്നുണ്ടെങ്കിൽ താങ്കൾ ഒരിക്കലും സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു. പ്രതികരിച്ച് മുന്നോട്ട് പോകണമായിരുന്നു. ഓരോ പ്രസംഗിക്കുന്ന സോഷ്യൽ മീഡിയ വ്യക്തികളോടാണ് നിങ്ങൾക്കൊരു വീഡിയോ ഇട്ടാൽ പോയാൽ മതി. അതിൽ വരുന്ന കമന്റ്സും കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും മീനിങ്സിന് വേണ്ടി വീഡിയോസ് ചെയ്യുന്നവരല്ലേ, അല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പക്ഷേ തെറ്റ് ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെട്ടിരിക്കണം ഇന്നല്ലെങ്കിൽ നാളെ. പക്ഷേ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ഒരാളും ശിക്ഷിക്കപ്പെടാനും പാടില്ല, ശിക്ഷ ലഭിക്കാനും പാടില്ല. ആ വ്യക്തി സൂയിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി തെറ്റ് ചെയ്തിരിക്കണം, അല്ലാതെ ഒരിക്കലും അദ്ദേഹം സൂയിസൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഇതേ ലെവലിൽ തന്നെ അയാൾക്ക് തിരിച്ചടിക്കാമായിരുന്നു. ആ സ്ത്രീ എന്റെ ശരീരത്തിൽ സ്പർശിച്ചു സുഖം കണ്ടെത്തുകയായിരുന്നു എന്ന് തിരിച്ചയാൾക്ക് വീഡിയോ ചെയ്യാമായിരുന്നു. പക്ഷേ അയാൾ എന്തുകൊണ്ട് ചെയ്തില്ല? എന്തുകൊണ്ട് അയാൾ ആത്മഹത്യക്ക് മുതിർന്നു? ഒരു പക്ഷേ വീട്ടിലുള്ള എല്ലാവരുടെയും സംസാരങ്ങൾക്കുണ്ടാകാം, ഫ്രണ്ട് സർക്കിളിൽ നിന്നും വരുന്ന സംസാരങ്ങൾക്കുണ്ടാകാം. പക്ഷേ എന്നിരുന്നാൽ പോലും ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ഇന്നത്തെ തെറ്റിന്റെ പേരിൽ ഒരാൾ ക്രൂശിക്കപ്പെടാനും ഒരാൾ ക്രൂശിക്കപ്പെടാതിരിക്കാനും കാരണം ഇന്നത്തെ സോഷ്യൽ മീഡിയകളാണ്. അതിൽ ഒരാൾ തെറ്റ് ചെയ്താലും ഇല്ലെങ്കിലും നമുക്ക് കിട്ടിയ കോണ്ടന്റ് എന്താണോ അത് വെച്ച് പ്രചരിപ്പിക്കുക. ആ വ്യക്തിയുടെ ഒരു കാര്യം പോലും നമ്മൾ ആരും ചിന്തിക്കാതെ ആ ഒരു വ്യക്തിയെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്യുന്നു ഒരാൾ മരിച്ചതിന്റെ പേരിൽ. പക്ഷേ അയാൾ തെറ്റുകാരനായിരുന്നെങ്കിൽ, ആ സ്ത്രീയാണ് മരിച്ചിരുന്നത് എങ്കിൽ, വീഡിയോ ഒരിക്കലും ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതല്ല. പക്ഷേ ഒരിക്കലും ആരെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഈ വീഡിയോ ചെയ്യുന്നത്, ഒരാളെയും സപ്പോർട്ട് ചെയ്തിട്ടുമല്ല. പക്ഷേ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നാല് പേര് കാണാൻ വേണ്ടി അല്ലെങ്കിൽ 4 പേര് ഒരു ലൈക്കോ ഷെയറിനോ കിട്ടാൻ വേണ്ടി നിങ്ങൾ കുപ്രസിദ്ധമായ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ മാത്രം കെട്ടിച്ചമച്ച് സംസാരിക്കരുത്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അയാൾ തെറ്റുകാരനല്ലെങ്കിൽ അയാൾക്ക് പ്രതികരിക്കാമായിരുന്നു. അയാളുടെ കയ്യിലുമുണ്ട് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാം, സോഷ്യൽ മീഡിയ എന്തെങ്കിലും ഒരു പ്ലാറ്റ്ഫോം അയാളുടെ കയ്യിലോ അയാളുടെ സുഹൃത്തുക്കളുടെ കയ്യിലോ ബന്ധുക്കളുടെ കയ്യിലോ ഉണ്ടായിരിക്കും. അയാൾക്ക് പ്രതികരിക്കാമായിരുന്നു. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, ആ സ്ത്രീയുടെ സുഖത്തിന് വേണ്ടിയിട്ട് എന്റെ കയ്യിൽ വെച്ച് ഉരസുകയായിരുന്നു, അയാൾക്ക് പ്രതികരിക്കാമായിരുന്നു. എന്തുകൊണ്ട് അയാൾ പ്രതികരിച്ചില്ല? എന്തുകൊണ്ട് അയാൾ ആത്മഹത്യ ചെയ്തു? ഈ ചോദ്യം ഒന്നും ഇവിടെ ചോദ്യമായിട്ട് ആരും ചോദിക്കുന്നു പോലുമില്ല. അതിന് കാരണം എന്താണ്? എല്ലാവർക്കും റീച്ച് മതി. മരിച്ചു കഴിഞ്ഞാൽ റീച്ച് കിട്ടും, മരിച്ചു കഴിഞ്ഞാൽ സിമ്പതി കിട്ടും, മരിച്ചു കഴിഞ്ഞാൽ പ്രസക്തി കിട്ടും. അതായത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര എന്തോ വലിയ സംഭവമാണെന്ന് കരുതുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ വീഡിയോസ് കാണണം. നാളെയും ഇതുപോലുള്ള തലമുറകൾ ഉണ്ടാകാൻ പാടില്ല. ഈ വീഡിയോസും കണ്ട്, ഈ ന്യൂസ് ചാനലും കണ്ട്, ഈ പല വിവാദങ്ങളും കേട്ട് നാളെയും എനിക്ക് നീതി ലഭിക്കാൻ വേണ്ടി ഞാൻ ആത്മഹത്യ ചെയ്യണമെന്നുള്ള ഒരാളും ചിന്തിക്കാൻ പാടില്ല. തെറ്റ് ചെയ്യാത്ത ഒരാളും ശിക്ഷിക്കപ്പെടാനും പാടില്ല. പലരുടെയും മാനസികാവസ്ഥ മനസ്സിലാക്കി സംസാരിക്കണം. അല്ലാതെ വെറും ഒരു റീച്ചിനും ലൈക്കിനും ആളുകളുടെ സിമ്പതി കിട്ടാനും വേണ്ടി ഒരു മീഡിയാസും ഒരു ചാനൽ ചർച്ചകളും ഒരു സോഷ്യൽ മീഡിയ ക്രിയേറ്റേഴ്സും അതിനുവേണ്ടി തുനിയരുത് എന്ന് മാത്രമേ ഞാൻ അഭ്യർത്ഥിക്കുന്നുള്ളൂ. കാരണം എനിക്കെതിരെയും പല വിവാദങ്ങളും പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഞാൻ ഇന്നും ജീവിച്ചിരിക്കാൻ കാരണം എന്റെ ഭാഗത്താണ് ശരി, എന്റെ കൂട്ടുകാർക്ക് അറിയാമെന്നെ, എന്റെ വീട്ടുകാർക്ക് അറിയാമെന്നെ. പക്ഷേ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന പരിപൂർണ്ണ വിശ്വാസവും ബോധ്യവും ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നും ഇവിടെ ജീവിച്ചിരിക്കുന്നത്. എന്തൊരു ആവേശമാണ് ഇവന്. എടാ നീ ബസ്സിൽ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ നീയും ഒന്ന് കരുതിയിരുന്നോ? കാരണം ബസ്സിൽ സഞ്ചരിക്കണമെന്നൊന്നും ഇല്ലടാ. ഇന്നത്തെ കാലത്ത് പുരുഷന്മാർ 7 അയലത്തൂടെ പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ പിടിച്ചിട്ട് പോയി എന്ന് പെണ്ണുങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാളെങ്കിലും നിന്നേക്ക് ഇട്ട് വലയ്ക്കാനെങ്കിലും അവർക്ക് പറ്റും. അതുകൊണ്ട് തന്നെ നീയും ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ് കേട്ടോ. കാരണം ഇന്നത്തെ സമൂഹം വളരെ മോശമാണ് മോനെ. കാര്യം പെണ്ണുങ്ങൾക്കെന്ന് പറഞ്ഞാൽ നിയമത്തിൻ്റെ സഹായങ്ങൾ ആവശ്യത്തിലധികം ഉള്ളത് കൊണ്ട്, നിയമപരിഗണന ഒരുപാട് കിട്ടുന്നത് കൊണ്ട് ഇവറ്റകൾക്കുണ്ടല്ലോ തിന്ന മതം വെച്ച് എല്ലിൻ്റെ ഇടയിൽ കുത്തിയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത ഒരു കണ്ടീഷനിലാണ് ഇപ്പോഴത്തെ എല്ലാവരുടെയും കാര്യമല്ല, കുറച്ചെങ്കിലും പെണ്ണുങ്ങളുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ നീയും കൂടി ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായി. പിന്നീട് പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവൻ 2 രീതിയിലാണ് സംസാരിക്കുന്നത്. ആദ്യം വന്നിട്ട് വീഡിയോയുടെ പകുതി വരെ ഇവൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന നമ്മുടെ ദീപക് മരണപ്പെട്ടത് എങ്കിൽ പുള്ളിക്കാരൻ തെറ്റ് ചെയ്തത് കൊണ്ട് തന്നെയാണ്, തെറ്റ് ചെയ്തില്ല എങ്കിൽ മരിക്കേണ്ട കാര്യമില്ല. എന്നിട്ട് ഈ ഒരു പെണ്ണിനെ വലിച്ചു കീറി ഒട്ടിക്കുന്നതിലാണ് ഇവന് സങ്കടം. എടാ കൂറെ, നിനക്ക് നാണം ഉണ്ടാടാ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇത്തരത്തിലൊക്കെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാനായിട്ട്? നീ എന്താ അവൾക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുകയാണോ? ഇവൻ പറയുന്നത് അവൾ എന്താണ്, അവളെ എല്ലാവരും കൂടി #ഇട്ട് അപമാനിക്കുന്നു, #ഇട്ട് ഒരു പെണ്ണിനെ ഏതാണ് സമൂഹത്തിൽ വലിച്ചു കീറി കൊടുക്കാനായിട്ട് ഇട്ടിരിക്കുന്നു. എന്തൊക്കെയാണോ, എന്ത് തേങ്ങയാണോ ചെറുക്ക നീ പറയുന്നത്? നീ എന്ത് തേങ്ങയായി പറയുന്നത്? നാളൊരു സമയം നിന്റെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാലും നീ ഇതുപോലെ ഇരുന്നോണ്ട് വർത്തമാനം നീ ഇരുന്നോട് പറയോടാ? എടാ വെടക്ക് ചെറുക്ക, നിന്നോടൊക്കെ പറയേണ്ട ഭാഷകളുണ്ടല്ലോ, ഇതൊന്നും അല്ല. പക്ഷേ ഇതിൽ കൂടുതലായിട്ടുള്ള ഭാഷ ഞാൻ പറയാത്തത് എന്താണെന്ന് അറിയാമോ? നിനക്ക് എൻ്റെ മക്കളുടെ പ്രായമേ വരത്തുള്ളൂ. അതുകൊണ്ടാണ്. എൻ്റെ മകൾക്ക് തന്നെ 20 വയസ്സുണ്ട്. എനിക്ക് തോന്നുന്നു അതിൽ നിന്നൊക്കെ കുറച്ചൊക്കെ വ്യത്യാസമേ വരത്തുള്ളൂ. അതുകൊണ്ട് മാത്രം ഞാൻ അത്തരത്തിൽ സംസാരിക്കുന്നില്ല. കാരണം എനിക്കിത് കണ്ടപ്പോഴുണ്ടല്ലോ എനിക്ക് അത്രയേറെ ദേഷ്യം വന്നു. നമ്മുടെയൊക്കെ മക്കളും ഭർത്താവും സഹോദരങ്ങളും ബന്ധുക്കളും എല്ലാവരും ബസ്സിൽ സഞ്ചരിക്കുന്നവരാണ്. അവർക്ക് ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായി കഴിയുമ്പോൾ അപ്പോഴേ നമുക്കതിൻ്റെ ആ ഒരു വേദനയുടെ കാഠിന്യം എത്രത്തോളമാണെന്ന് മനസ്സിലാവത്തുള്ളൂ. മനസ്സിലായ? ആരാൻ്റെ അമ്മച്ചിക്ക് ഭ്രാന്ത് വന്നാലുണ്ടല്ലോ മോനെ, അത് കാണാൻ നല്ല ചേലായിരിക്കും. നിന്റെ വാക്കുകൾ കണ്ടപ്പോഴുണ്ടല്ലോ എനിക്ക് അതാണ് തോന്നുന്നത്. നിന്റെ ഈ സംസാരത്തിലൊക്കെ കാണുന്ന ഈ ഒരു ഉശിരുണ്ടല്ലോ, അത് നീ നിന്റെ വീഡിയോസിലൊക്കെ കാണിച്ചിരുന്നെങ്കിലുണ്ടല്ലോ നിന്റെ അരിയും മണിയും കാണിച്ച് നിനക്ക് വീഡിയോ ചെയ്യേണ്ടി വരില്ലായിരുന്നു. മനസ്സിലായ മക്കളെ? അതിവനെങ്ങനെ ഒരുപാട് നാളായിട്ട് ഇങ്ങനെ അരിയും മണിയും കാണിച്ചൊക്കെ വീഡിയോ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടും ഇവന് വ്യൂസ് ഒന്നും കിട്ടുന്നില്ല കേട്ടോ, റീച്ച് ആവാനായിട്ട് പറ്റുന്നില്ല. ആരും ഇവനെ എടുത്തിട്ട് ഊക്കൊന്നുമില്ല. അപ്പോൾ അവൻ വിചാരിച്ചു എങ്ങനെയെങ്കിലും ഓപ്പോസിറ്റായിട്ട് നിന്ന് സംസാരിക്കാം, അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കും, എയറിൽ കിടന്ന് കറങ്ങിയാലും വേണ്ടില്ല
പാടില്ല, വൈറലാവാന്ന് ഈ കൊച്ചു കള്ളൻ അങ്ങ് വിചാരിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത്. ആദ്യ പകുതി വരെ വീഡിയോയിൽ ഇവൻ പറയുന്നതെന്ന് വെച്ചാൽ ഈ പറയുന്ന മരണപ്പെട്ടു പോയ ദീപക്കിനെ തന്നെ കുറ്റപ്പെടുത്തി തന്നെയാണ് പറയുന്നത്. പകുതി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ്റെ രീതി അങ്ങ് മാറി. പിന്നീട് ഇവൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ വഴി അവളെ വലിച്ചു കീറി ഒട്ടിക്കണമായിരുന്നു, തൻ്റെ നിരപരാധിത്വം സോഷ്യൽ മീഡിയ വഴി തെളിയിക്കണമായിരുന്നു എന്നാണ് ഈ കൂറ ചെറുക്കൻ പറയുന്നത്. എടാ ചെറുക്ക, നിന്റെ കണക്ക് സോഷ്യൽ മീഡിയയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ആളല്ല ഈ പറയുന്ന മരണപ്പെട്ടു പോയ ദീപക് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. പയ്യെന്ന് പറഞ്ഞാൽ യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലൊക്കെ അനാവശ്യമായിട്ട് കിടന്ന് കറങ്ങുകയും വീഡിയോസ് ഒന്നും ചെയ്ത് അങ്ങനെ നടക്കുന്നൊരു വ്യക്തിയല്ല. അയാൾ വളരെ അടുക്കും ചിട്ടയുമായിട്ടുള്ള ജീവിതം നയിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ദീപക് എന്ന് പറയുന്ന വ്യക്തി. മനസ്സിലായോ മോനെ? അപ്പം അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ജീവിക്കുന്ന ആളുകൾക്കൊക്കെ ഇത്തരത്തിലുള്ള ഒരു ഇത് വരുമ്പോഴത്തേക്ക് അവർക്ക് ചിലപ്പോൾ സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. പിന്നീട് ഈ ചെറുക്കൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം പറയുന്നതല്ല, ഇവൻ ഇത്തിരി കഴിയുമ്പോൾ പറയുന്നത്. നേരത്തെ ഇവൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ബസ്സിൽ വെച്ച് ഏതാണ്ടൊക്കെ ചെയ്യാനായിട്ട് ശ്രമിച്ചു, അതുകൊണ്ട് ഇവൻ തെറ്റ് ചെയ്തതിൻ്റെ പേരിലാണ് ഇവൻ ആത്മഹത്യ ചെയ്തത് എന്നൊക്കെയുള്ള രീതിയിലാണ് ഈ ചെറുക്കൻ പറഞ്ഞു വെച്ചത്. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ പറയുന്നു സോഷ്യൽ മീഡിയ വഴി റിയാക്ട് ചെയ്തുകൂടായിരുന്നു എന്ന്. എടാ ചെറുക്ക, എല്ലാവരും അങ്ങനെ സോഷ്യൽ മീഡിയ വഴി കിടന്ന് റിയാക്ട് ചെയ്യുന്ന ആളുകളല്ല. ഇപ്പോൾ നീ വേറെ ചുമ്മാതെ കിടന്ന് വൈറലാവാൻ വേണ്ടിയിട്ട് നീ നിൻ്റെ അരിയും മണിയും കാണിച്ച് വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞ് എല്ലാവരും കൊണ്ടൊന്നും അതൊന്നും പറ്റത്തില്ല. ഇപ്പോൾ നീ ആദ്യം നിനക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം നിനക്ക് പറഞ്ഞു തരാം. നീ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കി വച്ചതിന് ശേഷം സംസാരിക്കുക. ശരിക്കും പറയുകയാണെങ്കിൽ അവൾ ബസ്സിൽ വെച്ചെടുത്ത ആ ഒരു വീഡിയോ അല്ല ആ ഒരു പുള്ളിക്കാരൻ്റെ മരണത്തിന് കാരണം. ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അവനത് കൂളായിട്ടങ്ങ് കളയുക ചെയ്തത്. മാത്രമല്ല പിറ്റേന്ന് കേസ് കൊടുക്കണം എന്നൊക്കെയുള്ള രീതിയിൽ ഉറപ്പിച്ച് വെച്ചിരുന്ന ഒരു വ്യക്തിയാണ്. പിന്നീട് ആ ഒരു പുള്ളിക്കാരനെ മരിക്കണം എന്ന് തോന്നിയതിൻ്റെ കാരണം അവൾ പിന്നീട് ഒരു വീഡിയോയിൽ വന്നിട്ട് അവളുടെ വായ്മൊഴിയായിട്ട് പുള്ളിക്കാരത്തി വന്നിട്ട് അവനൊരു ഞരമ്പനാണ് എന്നൊക്കെയുള്ള രീതിയിൽ പ്രചരണങ്ങളൊക്കെ നടത്തി. അപ്പോൾ അത് കേട്ടപ്പോഴത്തേക്കാണ് പുള്ളിക്കാരൻ ആകെ തകർന്നു പോയത്. കാരണം എല്ലാവരും നിന്നെ കണക്ക് ഉളുപ്പില്ലാത്തവന്മാരല്ല മോനെ. വ്യൂസിന് വേണ്ടിയിട്ട് നിന്റെ സാമാനം കൊടുക്കുകയൊക്കെ കാണിച്ചിട്ട് വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞ് എല്ലാവരും അങ്ങനെയൊന്നും ഉള്ള ആളുകളല്ല. അന്തസ്സും ആഫിജാത്തിയൊക്കെ ഉള്ള ആളുകളുണ്ട് മോനെ. അത് നീ ഒന്ന് മനസ്സിലാക്ക്. അത്തരക്കാർക്കൊക്കെ ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവർക്ക് ഫേസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. മനസ്സിലായില്ലേ? ആ ഒരു അച്ഛനും അമ്മയ്ക്കും ഇല്ലാതായിപ്പോയി. എന്നിട്ടും നീയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് ആ ഒരു മോളെയാണല്ലോ എന്ന് ഓർക്കുമ്പോഴുണ്ടല്ലോ ശരിക്കും പുച്ഛം മാത്രമാണ് ചെറുക്കാൻ നിന്നോട് തോന്നുന്നത്. നിനക്കും അപ്പനും അമ്മയൊക്കെ ഉണ്ടല്ലോ. ഇപ്പം നിന്റെ ഉപ്പ ബസ്സിലങ്ങനെ കയറിയിട്ട് ഏതെങ്കിലും അവളുമാർ ഇതുപോലെയുള്ളൊരു നുണപ്രചരണം അടിച്ചിറക്കിയാൽ നീ എന്ത് പറയും? നീ അവൾക്കൊപ്പം നിൽക്കുമോ? എടാ ചെറുക്ക, നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിന് എന്തെങ്കിലും കുറച്ചെങ്കിലും ഒരു അന്തസ് ഉണ്ടാവണം. നിനക്ക് വ്യൂസിന് വേണ്ടിയിട്ട് വ്യൂസ് കുറയുമ്പോൾ നീ ഈ സലൂനെ കൊണ്ടുവന്ന് വീഡിയോ ചെയ്യിപ്പിക്കുന്നതും അതുപോലെ തന്നെ നീ വന്നിട്ട് എന്തൊക്കെയോ കോലങ്ങൾ കാണിച്ചു കൂട്ടുന്നതും പോലെയൊന്നും അല്ല മോനെ കാര്യങ്ങൾ. നീ ഇപ്പം സംസാരിക്കാനുള്ള ഈ ഒരു ആർജവം കാണിച്ചില്ലേ? ഇപ്പം നീ നല്ല സ്മാർട്ടായിട്ടാണല്ലോ സംസാരിച്ചത്. ഇതുപോലെ നീ നിൻ്റെ ചാനലിൽ വന്നിട്ട് വീഡിയോ ചെയ്താലുണ്ടല്ലോ നീ നിൻ്റെ അരിമണിയും കാണിക്കേണ്ട ഒരു ആവശ്യവും വരത്തില്ല. മനസ്സിലാക്ക് നീ അത്. വെറുതെ ആളുകളുടെ മുന്നിൽ സ്വയം കോമാളിയായിട്ടല്ലേ നീ വീഡിയോ ചെയ്യുന്നത്. നിനക്ക് നല്ലൊരു കണ്ടന്റ് പോലും ഉണ്ടാക്കാനായിട്ട് അറിയത്തില്ല. നീ വന്ന് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു. അതാണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു സ്വന എടുത്ത് ഏത് സമയവും എക്സ്പോസ് ചെയ്ത് കാണിക്കും. അതാണ് നിന്റെ വീഡിയോ എന്ന് പറയുന്നത്. അതെന്തെങ്കിലും ആവട്ടെ, നിന്റെ ഇഷ്ടം. പെണ്ണുങ്ങൾക്ക് മാത്രം കാണിച്ചുകൊണ്ട് കിടന്നാൽ പോരല്ലോ അല്ലേ? അപ്പം നീ കാണിച്ചോ മോനെ, നല്ല കാര്യമാണ്. പക്ഷേ ഇവിടെ ഒരു കാര്യം നടക്കുമ്പോൾ, ഒരു സംഭവം നടക്കുമ്പോൾ ആ ഒരു മാതാപിതാക്കളുടെ വേദന കാണാതെ ഈ സമൂഹത്തിനുള്ളിലുള്ള ഇത്രയും അധികം ആളുകൾ വിമർശിക്കുമ്പോൾ നീ മാത്രം ഓപ്പോസിറ്റ് നിന്ന് സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ആളുകൾ നിന്നിലേക്ക് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണെന്നുള്ള കാര്യം ഇവിടെ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും കൂട്ടാ. അപ്പോൾ നീ ഒരു കാര്യം മനസ്സിലാക്ക്, സംസാരിക്കുമ്പോൾ ആലോചിച്ചും കണ്ട് സംസാരിക്കണം കേട്ടോ. ഇത്രേ പറയാനുള്ളൂ. ചീകളി ചെറുക്കന്മാരുടെ ഒന്നും ഇതിൽ കൂടുതലായിട്ട് ഒന്നും പറയുന്നത് ശരിയല്ല. കാരണം ഒന്നാമത് ഇത്രയും കൊച്ചു കുട്ടികളുടെ അടുത്തൊക്കെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പോലും എനിക്ക് താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. എന്തായാലും ഇത്രയേ ഉള്ളൂ.